ഞാൻ കള്ളനാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഏത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കള്ളൻ എന്നുള്ള ആക്ഷേപം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആസ്തി ഒന്ന് പുറത്തു വിടട്ടെ. ഞാനാണോ കോടീശ്വരൻ, അദ്ദേഹമാണോ കോടീശ്വരൻ എന്ന് മനസ്സിലാക്കാമല്ലോ. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇപ്പോഴത്തെ തിരുവിതാംകൂർ കമ്മീഷണർ അവർക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതാണ് ഈ കോടതി ഇത് പറയുന്നതിന് കാരണം. ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് നന്നാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് പ്രശ്നം പുറത്തു വരുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ മികച്ച രീതിയിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയ പൊന്നും സ്വർണവും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളത്. ഈ അന്വേഷണത്തിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. നമുക്കറിയാം, നമ്മുടെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് എന്താ? 2019 ഇവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ടുപോയി. അതിൽ വലിയ കുറവ് വന്നിരിക്കുന്നു. അതിൽ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് മുരാരി ബാബുവിനെയൊക്കെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വിഷയം എങ്ങനെയാണ് പുറത്തു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 2025 ഞങ്ങളുടെ നേതൃത്വത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് നന്നാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് പ്രശ്നം പുറത്തു വരുന്നത്. ഞങ്ങൾ കൊണ്ടുപോയത് എങ്ങനെയാണ്? ഞങ്ങൾ കൃത്യമായ പ്രൊസീജിയർ പാലിച്ച് തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ SP വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ, അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ, കൃത്യമായ ചിത്രീകരണത്തോടുകൂടി, വീഡിയോ ചിത്രീകരണത്തോടുകൂടി സ്മിത്തിൻ്റെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി 22 കിലോഗ്രാം ചെമ്പ്, 281 സംതിങ് ഗ്രാം സ്വർണം എന്ന മഹസർ തയ്യാറാക്കി സുരക്ഷിത വാഹനത്തിലാണ് നമ്മൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോഴാണ് ഒരു വീഴ്ച വരുന്നത്. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നുള്ളത് അത് സത്യമായിരുന്നു. അങ്ങനെ കോടതിയുടെ മുന്നിൽ കോടതി അത് നിർത്തിവെക്കാൻ പറയുന്നു. ഞങ്ങളുടെ SP അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ SP കൃത്യമായി അന്വേഷിച്ച് പ്രൊസീജിയറെല്ലാം പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് കോടതിയോട് അറിയിക്കുകയും ഞങ്ങളുടെ ബോർഡ് സെക്രട്ടറി നിർവാചം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ച് അത് പരിശോധിച്ച്, രേഖകളെല്ലാം പരിശോധിച്ച് വിലയിരുത്തിയതിന് ശേഷം അത് വീണ്ടും പ്രോസസ്സ് ചെയ്ത് ഇവിടെ സന്നിധാനത്ത് കൊണ്ട് സ്ഥാപിക്കുവാൻ കോടതി ഞങ്ങൾക്ക് അനുമതി നൽകി. കഴിഞ്ഞയാഴ്ച എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ, SP വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തന്ത്രിമാർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എങ്ങനെ? കൊണ്ടുപോയതിനേക്കാൾ 9 ഗ്രാം സ്വർണം അധികമായി കൊണ്ട് സ്ഥാപിച്ചു. ശുദ്ധികളൊക്കെ കഴിഞ്ഞു, മുന്നോട്ട് പോയി. പക്ഷെ വീഴ്ച വന്നത് വലിയ വീഴ്ചയാണ്. ആ വീഴ്ചയുമായി ബന്ധപ്പെട്ടാണ് കോടതി ഒരു പരാമർശം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് തെറ്റുപറ്റി എന്നുള്ളത് സത്യമാണ്. കാരണം ആ തെറ്റുപറ്റിയത് ബോർഡുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ആ തെറ്റുപറ്റിയത് അന്ന് അവിടുന്ന് ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ തിരുവാഭരണം കമ്മീഷണറോ എക്സിക്യൂട്ടീവ് ഓഫീസറോ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമായിരുന്നു. ഞങ്ങൾ അവരോട് വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് 2019 സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാനാണോ ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ കൊണ്ടുപോയതെന്നൊരു അനുമാനമാണ് കോടതി. അത് ശരിയായ അനുമാനമല്ലേ? എന്തുകൊണ്ടാണ് ശരിയായ അനുമാനമായി മാറുന്നത്? അന്നത്തെ 2019 AO മുരാരി ബാബുവാണ് 2024 എക്സിക്യൂട്ടീവ് ഓഫീസർ. ആ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടണമെന്നുള്ള റിപ്പോർട്ട് ഈ ബോർഡിനും തന്നു. പക്ഷെ ബോർഡ് അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. തന്നിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയോ മുരാരി ബാബുവിൻ്റെയോ ഈ ആസൂത്രണത്തിൽ പെടാതെ ഞങ്ങൾ കൃത്യമായ 4 ഉത്തരവുകൾ, ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് 4 ഉത്തരവുകളാണ്. ശ്രീമതി സുനില തിരുവാഭരണ കമ്മീഷണർ ആയാലും അതിനുശേഷം ശ്രീ റജലാൽ തിരുവാഭരണ കമ്മീഷണർ ആകുമ്പോഴും 4 ഉത്തരവുകൾ. ഈ 4 ഉത്തരവുകളും ഒരേ രൂപത്തിലാണ്. അതിന് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ ബോർഡ് സെക്രട്ടറി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മറ്റുദ്യോഗസ്ഥർ, തിരുവാഭരണ കമ്മീഷണർ രണ്ടുപേരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ഉദ്യോഗസ്ഥരും സഹായിച്ചിട്ടുണ്ട്. അഭിനന്ദിക്കുന്നു. ഒപ്പം ഒരു വീഴ്ചയുണ്ടായതിൽ അവർക്ക് നോട്ടീസും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും കോടതി ഒരു അനുമാനം പറയുമ്പോൾ അത് ശരിയല്ലേ? അത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് പറഞ്ഞു. കോടതി ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ അനുസരിക്കുകയും ചെയ്യും. അറിയിച്ചു. ഞങ്ങൾക്കതൊരു നിർദ്ദേശം ഹൈക്കോടതി തന്നു. അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു. കാരണം ഇപ്പോൾ കൃത്യമായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. നിങ്ങൾ നോക്കൂ, തിരുവാഭരണം നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ
മികച്ച രീതിയിലാണ് മിടുക്കന്മാരായ SIT ടീമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയ ഒരു തിരി പൊന്നായാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. പ്രതികൾ തുറുങ്കിൽ അടയ്ക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഞാനതൊക്കെ പലവട്ടം പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ ഇനി ഒന്നേന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. നിങ്ങൾ എവിടെ നിന്ന് ഒന്നും കുഴപ്പമുണ്ട്. കാരണം ഈ പറയും പോലെ ഞാൻ താഴെ ഒന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ആവർത്തന വിരസതയുണ്ട്. പ്ലീസ് അത് ഇവരെന്നാരെങ്കിലും എടുത്താൽ മതി. കുഴപ്പമില്ല, അത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ബോർഡിൻ്റെ ഭാഗം വിശദീകരിച്ച്. കുഴപ്പമില്ല, അല്ല ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു. ഞാൻ നിനക്ക് വിശദീകരണം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. അല്ല ഞങ്ങൾ അറിയിച്ചു. അപ്പോൾ കോടതി ഞങ്ങൾക്ക് അതിനനുസരിച്ച് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. അതെ, അല്ല നീക്കി കിട്ടാനല്ലേ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് സ്വാഭാവികമായ ഒരു ആശങ്ക ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരമല്ലേ ഗവർണറുടെ കോടതിയിൽ പറയാൻ പറ്റും. അത് പറഞ്ഞു കൃത്യമായി ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് കോടതി തരികയും ചെയ്തു. ഞങ്ങളതനുസരിക്കും. അല്ല അതൊന്നും ഞാനതെല്ലാം പറഞ്ഞു വരും. എനിക്കതിൽ കൂടുതൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതേ, 2 പ്രാവശ്യം താഴെ എന്ന് പറഞ്ഞ് ഇവിടെയും പറഞ്ഞു. ഓക്കെ. എല്ലാ കാര്യങ്ങളും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നിലവിൽ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണം കൊടുത്തു വിട്ടില്ല. ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടായിരുന്നു, കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കൊണ്ടുവന്നത്. ആ കാര്യങ്ങളിലൊന്നും വീഴ്ചയില്ല എന്നുള്ളത്. അല്ല അതിൽ ഞങ്ങൾക്ക് വീഴ്ചയില്ലല്ലോ സ്വാഭാവികമായും. കാരണം മുരാരി ബാബു വീണ്ടും ഞങ്ങൾക്ക് അയാളെ കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് റെക്കോർഡിക്കലായി തരുന്നത്. ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അല്ലെങ്കിൽ മുരാരി ബാബുവിൻ്റെയോ ആസൂത്രണത്തിൻ്റെ ഭാഗമായി അവർക്ക് ഗുണപരമായ ഒരു വരിയോ വാക്യമോ ഞങ്ങൾ ഈ 4 ഉത്തരവിലും എഴുതിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് 2 പേരാണ് ഞങ്ങളുടെ കാലത്ത് തിരുവാഭരണ കമ്മീഷനുമായി പ്രവർത്തിച്ചത്. ഒന്ന് ശ്രീമതി സുനില. അവരുടെ കാലത്ത് 3 ഉത്തരവുകളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഉദ്യോഗസ്ഥനായി വന്നിട്ടുള്ള തിരുവാഭരണ കമ്മീഷണർ റജിലാൽ, അദ്ദേഹത്തിൻ്റെ സമയത്ത് ഒരു ഉത്തരവാണ്. ഈ 4 ഉത്തരവിലും ഒരേ രീതിയിലാണ് കാര്യങ്ങൾ പ്രചരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും റജിലാലിനൊരു ചെറിയ കൺഫ്യൂഷൻ വന്നു. അദ്ദേഹം ഞാനുമായി ബന്ധപ്പെട്ടില്ല, അദ്ദേഹം നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും സ്മാർട്ട് രജിസ്ട്രേഷനിൽ കത്തിലൂടെ ആണ് അദ്ദേഹം സംശയ ദൂരീകരണം വരുത്തിയിരിക്കുന്നത്. ബഹിഷ്കരണമൊന്നുമില്ല. എന്ത് ബഹിഷ്കരണം? അല്ല ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് 2 അല്ല അത് കുഴപ്പമില്ലെന്നേ, കുഴപ്പമില്ല. മാധ്യമങ്ങൾ പറഞ്ഞതെല്ലാം വിട്ടേക്ക്. മെയിനായിട്ട് കോടതി ഉത്തരവിന്റെ ബേസിലാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിയിൽ എന്താണ് ബോധ്യപ്പെടുത്താൻ പോകുന്നത്. അല്ല അതുകൊണ്ടാണ് ഞാനത് കേവലം ഒരു സെന്റൻസിൽ നിർത്താൻ പറ്റൂല. അല്ല കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് 2 പ്രാവശ്യം ഞാൻ വിശദീകരിച്ചില്ലേ. അങ്ങനെയല്ല, ഞാൻ 2 പ്രാവശ്യം വിശദീകരിച്ചു. അതല്ല ഞാൻ 2 പ്രാവശ്യം വിശദീകരിച്ചു. താഴെ ഒരു പ്രാവശ്യം വിശദീകരിച്ചു, ഇവിടെ വന്ന് വീണ്ടും വിശദീകരിച്ചു. അത് പറയണമെങ്കിൽ കുറേ സെന്റൻസുകൾ പറയണം. അതുകൊണ്ട് പറഞ്ഞു ഇവരുടെ ആരെങ്കിലും നിങ്ങൾ എടുത്തോളൂ, അത് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു 2 പ്രാവശ്യം കൂടുതൽ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതേ. ബോർഡിന്റെ ഭാഗം ഞാൻ 2 പ്രാവശ്യം വിശദീകരിച്ച് കഴിഞ്ഞതേ. അത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ പരസ്പരം പങ്കിടുന്നവരല്ലേ, എടുത്താൽ പോരെ. ഇപ്പോഴും ഞാനത് താഴെ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത് 2019 മുതൽ മാത്രമല്ല, 2019 മുതൽ 2025 വരെ അന്വേഷിക്കട്ടെ. അതിന് മുകളിലോട്ടും പോട്ടെ. അതിന് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വിശുദ്ധന്മാരൊന്നും അല്ലല്ലോ. ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും വിജിലൻസ് റിപ്പോർട്ടും ഉള്ളവരാണല്ലോ. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് എൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചവിട്ടി പുറത്താക്കണം എന്ന് പറയുമ്പോൾ ഇടവും വലിയ നിൽക്കുന്ന ആളുകളെ കൊണ്ട് പരിശോധിക്കപ്പെടും. ഞാനത് പറയാത്തത് മരണപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ വേദനിപ്പിക്കും, അവരുടെ കുടുംബങ്ങളെ വേദനിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എനിക്കിതിന് കൃത്യമായ റിപ്പോർട്ടൊക്കെ എൻ്റെ ഉണ്ട്. പക്ഷേ അതൊക്കെ രാഷ്ട്രീയമാണ്. ഞാനതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. സ്വാഭാവികമായി 2019 ഒരു സ്വർണ്ണ കൊള്ളയിൽ 2024 ബോർഡ് അതിന് സമാധാനം പറയണമെന്ന് പറയുന്നത് വിചിത്രമായ വാദമാണ്. അതിൽ ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ കോടതിയുടെ ഒരു അനുമാനം വന്നിട്ടുണ്ട്. ആ അനുമാനത്തിന്
അടിസ്ഥാനവുമുണ്ട്. കാരണം അന്നത്തെ എഒയാണ് ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു പലപ്പോഴും രേഖാമൂലം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു എന്നാണ്. പക്ഷെ അതിൽ വീണിട്ടില്ല. അത് കേവലം തുടക്കം മുതൽ വീണിട്ടില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ 4 റിപ്പോർട്ടുകൾ, ഈ 4 റിപ്പോർട്ടും ഞങ്ങൾ ഒരേ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ കഴിവാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ ബോർഡ് സെക്രട്ടറി ഉണ്ട്, ഞങ്ങൾക്ക് ഈ 2 തിരുവാഭരണ കമ്മീഷണർമാരും അതിൻ്റേതായ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഈ മരാമത്ത് വിങ്ങാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അവരതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് ഞങ്ങളെ ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് സഹായിച്ചത്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ് വീഴ്ചയും വന്നത്. അത് തിരുവാഭരണ കമ്മീഷണർക്കും ഈ പറയുന്ന ഇന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും. കാരണം സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കണമായിരുന്നു, അറിയിച്ചില്ല. ഞങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉദ്ദേശം എന്താ? കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആകണം. ഒരു പരാതിക്കും ഇടവരാതെ, നിങ്ങളുടെ കയ്യിലൊക്കെ ഓർഡർ, ഒരു പരാതിക്കും ഇടവരാത്ത രീതിയിലായിരിക്കണം. അപ്പം ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ആ വീഴ്ച വന്നു. അത് ഞങ്ങൾ കോടതിയിൽ നിർവ്യാജം ഞങ്ങളുടെ ബോർഡ് സെക്രട്ടറി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണല്ലോ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്. തിരിച്ചു കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾക്ക് പെർമിഷൻ തന്നത്. ഞങ്ങളുടെ പെർമിഷൻ എന്തായിരുന്നു? ഇത് കൊണ്ട് സ്ഥാപിക്കാം. ഒപ്പം തന്നെ അവിടെ കൊണ്ടുപോകാത്തൊരു സാധനമുണ്ട്, വാതിൽപ്പടിയും നാഗരൂപവും ലക്ഷ്മി രൂപവും ഒക്കെ. അത് അവിടെ വെച്ച് ചെയ്യണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അപ്പം ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണിത് നിങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്? ഞങ്ങൾക്ക് 1935 മാനുവലൊക്കെ ഉണ്ട്, ശരി, സമ്മതിക്കുന്നു. പക്ഷേ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ അടിസ്ഥാന ഒരു ഘടകം എന്ന് പറയുന്നത് തന്ത്രിമാരുടെ നിർദ്ദേശമാണ്. തന്ത്രിമാരുടെ നിർദ്ദേശം കൃത്യമായി തന്നിട്ടുണ്ട്. എന്താണ്? ദ്വാരപാലക ശില്പങ്ങൾ നിങ്ങൾക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാം. കാരണം പ്ലേറ്റിങ്ങും ഒക്കെ ആയതുകൊണ്ടാണ്. 2019 പ്ലേറ്റിങ്ങിൻ്റെ കാര്യമൊക്കെയാണല്ലോ മുരാരി ബാബു ഞങ്ങളോട് വിശദീകരിച്ചത്. എന്നാൽ ലക്ഷ്മി രൂപവും വാതിലുകളും ഇവിടെ വെച്ച് ഇത് രണ്ടും നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ല, പ്രസിഡന്റിൻ്റെ ഒപ്പീനിയൻ 2020 അവിടെയാണ് ഒരു ചെറിയ പ്രശ്നം ഈ തിരുവാഭരണ കമ്മീഷണർക്ക് പറ്റിയിരിക്കുന്നത്. 2024 ഞാൻ 2023 തന്നെ തന്ത്രിയുടെ കത്തുണ്ട്. ഈ പറയുന്ന പിന്നെ ദ്വാരപാലക ശില്പവും ഗണപതി രൂപവും ഒക്കെ നിങ്ങളൊന്ന് നവീകരിക്കണം, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു, അതൊന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ വരുന്നതിന് മുമ്പാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത മണ്ഡല മകരവിളക്ക് മഹോത്സവം, എന്നുവെച്ചാൽ കഴിഞ്ഞു പോയ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുമ്പ് ഇത് നവീകരിക്കണം. നവീകരിക്കാൻ പറയാൻ കാരണം ഇതിങ്ങനെ ഈ ആളുകൾ ഇന്നിങ്ങനെ തുടയ്ക്കുമല്ലോ, ഈ ബ്ലഡ് വല്ലതും ഇത് മുറിഞ്ഞ് ബ്ലഡ് വന്നാൽ പിന്നെ അത് ഒരുപാട് ചടങ്ങുകളാണ്, ഒരുപാട് ശുദ്ധിക്രിയകൾ നടത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. അതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ ഈ 4 ഉത്തരവുകൾ 2024 തുടങ്ങിയതാണ്, 25-ലാണ് ഇപ്പോൾ അത് പൂർത്തീകരിക്കുന്നത്. ഈ ഒരു വർഷത്തിനിടയിൽ 4 ഉത്തരവുകളാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഈ 4 ഉത്തരവും ഞാൻ വീണ്ടും അഭിമാനത്തോട് പറയുന്നു, ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ മുരാരി ബാബുവിൻ്റെയോ എന്തെങ്കിലും ഒരു പേഴ്സണൽ ബെനിഫിറ്റ് ലഭിക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അഭിമാനമായി കാണുന്നു. ആ അഭിമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ മാത്രം കഴിവില്ല, ഞങ്ങൾ സഹായിച്ച ഒരുപാട് ഉദ്യോഗസ്ഥരുമുണ്ട്. അങ്ങനെ 19 കൊള്ള മറയ്ക്കാൻ വേണ്ടി 2025 വീണ്ടും അത് കൊടുത്തു വിട്ടുന്നതാണ്. ഇതൊക്കെ ഞാൻ പറയുന്നതെല്ലാം റിപ്പോർട്ടിനകത്തുള്ളതാണ്, കോടതിയുടെ വിധിക്കകത്ത് പറയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനൊരു ഇത് വന്നത് എന്തുകൊണ്ട് അങ്ങനെ വന്നത്? കോടതിയുടെ മുമ്പ് SIT-യുടെയും അതല്ലേ ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് പറയുന്നതിന് കാരണം അന്നത്തെ AO ഇന്നത്തെ എക്സിക്യൂട്ടീവായി മാറിയതുണ്ടല്ലേ. മാത്രമല്ല അത് കോടതിക്ക് മുന്നിൽ എത്തിയ പല രേഖകളിലും ഇപ്പോഴും അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായൊരു സംശയം കോടതി പറഞ്ഞാൽ എന്താ തെറ്റ് അനുമാനിച്ചതിൽ? പക്ഷെ ഞങ്ങളത് കൊടുത്തുവിട്ടില്ല, അത് വേറെ. സ്വാഭാവികമായ ഒരു അനുമാനമാണത്. അനുമാനം വരുമ്പോൾ സ്വാഭാവികമായും കോടതിയെ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് അതിന് കാരണം, സംശയമില്ല. കാരണം സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ലല്ലോ, അത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ലേ. അല്ല, പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയമാണല്ലോ, സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയം പറയണമല്ലോ. പക്ഷേ ഒരു വിചിത്രവാദമാണ് പറയുന്നത്. 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് 2024 പ്രസിഡന്റ് മറുപടി പറയണം, ചവിട്ടി പുറത്താക്കണം, കാട്ടുകള്ളനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ഓൺലൈൻ മീഡിയയിൽ കുറേ പിന്നെ പരാമർശങ്ങൾ വരുന്നുണ്ട്. ഞാൻ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് പരാമർശം. ഞാൻ പിന്നെ സത്യത്തിൽ ഒരു 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വിവരാവകാശം ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എൻ്റെ സ്വത്ത് എത്രയാണ്, എൻ്റെ ബാങ്ക് ബാലൻസ് എത്രയാണ്,
ഞാനിപ്പോൾ തന്നെ പറയാം. എനിക്കതിൽ പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല ഞാൻ പറഞ്ഞോട്ടെ. എന്നാലും അത് പറയണമല്ലോ. പറയാതിരിക്കാനൊന്നും ശരിയല്ലല്ലോ. നിങ്ങൾ കൊടുക്കാതിരിക്കുക, എൻ്റെ കാര്യം പറയണമല്ലോ. അപ്പം അതിൽ ഞാൻ പറയുന്നത്, ഞാൻ ഈ ഭൂമി മലയാളത്തിൽ, ഈ നാട്ടിൽ, കേരളത്തിൽ എൻ്റെ പേരിൽ 1 സെൻറ്റ് ഭൂമി വാങ്ങാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് 3 അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് 15 വർഷം കൊണ്ട് ആൾത്തറ SBI ബ്രാഞ്ചിൽ, അവിടുത്തെ അക്കൗണ്ട് ബാലൻസ് 2000 രൂപ താഴെയാണ്. പിന്നെ ഞാൻ നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ പ്രോസസ്സിന് വേണ്ടി ഒരു അക്കൗണ്ട് എടുക്കണമല്ലോ. 21 ഏണിക്കരയിൽ SBI ബ്രാഞ്ചിൽ 1000 രൂപയാണ് അതിൻ്റെ ബാലൻസ്. ഇപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതുകൊണ്ട് എനിക്ക് ധനലക്ഷ്മി ബാങ്കിൽ നന്തൻകുടി ബ്രാഞ്ചിൽ അക്കൗണ്ടുണ്ട്. അതിൽ എൻ്റെ ഓണറേറിയവും DA ഒക്കെ അതിലാണ് വരുന്നത്. ഒരു 85,000 രൂപ കാണും. എനിക്കൊരു TVS ജൂപ്പിറ്റർ ബൈക്കുണ്ട്. ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപയിൽ താഴെയാണ് എൻ്റെ ആസ്തി. പിന്നെ എൻ്റെ ഭാര്യയുടെ പേരിലൊരു വീട് വെച്ച് മണിമന്ദിരം വച്ച് ഞാൻ താമസിക്കുകയാണ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഞാൻ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലല്ല, ഞാൻ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എനിക്കിപ്പം രാഷ്ട്രീയമില്ല, കാരണം ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. പക്ഷേ ഞാൻ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതിൽ ഒരു വീട് വെച്ചാൽ, ഒരു വസ്തു വാങ്ങിയാൽ അത് ഭാര്യയുടെ പേരിലാവട്ടെ എൻ്റെ പേരിലാവട്ടെ, അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ്. 2022 ജൂണിലാണ് എൻ്റെ ഭാര്യയ്ക്ക് പാരമ്പര്യമായി കിട്ടിയ, നെടുമങ്ങാട് കിട്ടിയ 50 സെൻറ്റ് വസ്തു വിറ്റ് ഞാൻ ഏണിക്കരയിൽ 7 സെൻറ്റ് ഭൂമി വാങ്ങുന്നത് എൻ്റെ ഭാര്യയുടെ പേരിൽ. 22 ജൂണിലാണ്. ഞാൻ നവംബറിൽ 23 ദേവസ്വം ബോർഡ് പ്രസിഡന്റാവുന്നത്. അതിനുശേഷം കൃത്യമായി നന്തൻകുടി ബ്രാഞ്ചിൽ നിന്നും ധനലക്ഷ്മി 45 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത്. 1900 സ്ക്വയർ ഫീറ്റാണ്. വലിയ കൊട്ടാരം പണിഞ്ഞു എന്നാണ് പറയുന്നത്. അതും പോട്ടെ, എൻ്റെ വീടിൻ്റെ പാല് കാച്ചിന് ഉണ്ണികൃഷ്ണൻ പോയിട്ട് വന്നു അത്രേ. അത് നിങ്ങളൊന്നുമില്ല പറഞ്ഞത്, ചില ഓൺലൈൻ ചാനലുകളാണ്. അതിനു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ വീട്ടിൽ പങ്കെടുത്തതായിട്ടുള്ള ഫോട്ടോയോ രേഖയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ, അല്ലെങ്കിൽ കൊടുക്കരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ കൊടുത്തു. അവർക്ക് എത്തിക്സ് ഒന്നും ഇല്ലല്ലോ, അവർ കൊടുത്തു.